നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ധർമ്മസ്ഥലയിൽ നിന്നും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. 16 വർഷങ്ങൾക്കിടെ നടന്ന 1500-ലധികം അസ്വാഭാവിക മരണങ്ങൾ. 2002-ൽ 104 അസ്വാഭാവിക മരണങ്ങളും 2009-ൽ 96 കേസുകളും 2014-ൽ 110 കേസുകളും റിപ്പോർട്ട് ചെയ്തു. SITയുടെ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ. കർണാടക സംസ്ഥാന വനിതാ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന പരാമർശം. 1998-നും 2014-നും ഇടയിൽ ധർമ്മസ്ഥല, ഉജിരെ മേഖലകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ തിരോധാനങ്ങളും അസ്വാഭാവിക മരണങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും SIയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ബംഗളഗുഡയിൽ നടത്തിയ തെരച്ചിലിൽ 7 മനുഷ്യ തലയോട്ടികളും അസ്ഥികൂട അവശിഷ്ടങ്ങളും കണ്ടെടുത്തു. പൊതുജനങ്ങളിൽ നിന്നും ഇരകളുടെ കുടുംബങ്ങളിൽ നിന്നും നേരിട്ട് 73 പരാതികൾ SITക്ക് ലഭിച്ചിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇത് നേരത്തെ പറഞ്ഞതിനേക്കാൾ വലിയൊരു കണക്ക്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. 16 വർഷങ്ങൾക്കിടെ നടന്ന 1500-ലധികം അസ്വാഭാവിക മരണങ്ങൾ. 2002 മുതൽ ഉള്ള കാലയളവിൽ, അത് 98 മുതലുള്ള കാലയളവിലാണ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിൽ 2002-ൽ മാത്രം 101 അസ്വാഭാവിക മരണമുണ്ടെന്ന് പറയുന്നു. ഇത് വനിതാ കമ്മീഷനാണോ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്? എന്താണ് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം? ടോമെ, ധർമ്മസ്ഥലയിലെ കേസ് അത് പരിശോധിച്ചാൽ, അതിന്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കിയാൽ, ഈ നാഗലക്ഷ്മി ചൗധരി എന്ന് പറയുന്ന കർണാടക സംസ്ഥാന വനിതാ കമ്മീഷൻ അവർ മുൻകൈയെടുത്താണ് ഇങ്ങനൊരു അന്വേഷണം തന്നെ, അതായത് SITയെ തന്നെ രൂപീകരിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ 1 മാസം കൂടി ആകുന്നേ ഉള്ളൂ, 1 വർഷം തികയാൻ പോകുന്നു. ഈ ഒരു സമയത്ത് ഇതുവരെ വന്നതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ നാഗലക്ഷ്മി ചൗധരി എന്ന് പറയുന്ന കർണാടക സംസ്ഥാന വനിതാ കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇതിന്റെ SITയുടെ ഇതുവരെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത്. അതിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 98 മുതൽ 2014 വരെ, അതായത് 16 വർഷം മാത്രം 1510 അസ്വാഭാവിക മരണങ്ങൾ, അത് കൊലപാതകം, ഇത്തരത്തിൽ ദുരൂഹതയുള്ളത്, അങ്ങനെ 1510 സംഭവങ്ങൾ ഉണ്ട് എന്ന് SIT നൽകിയ ഈ റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണത്. ഒരുപക്ഷെ നമ്മൾ ധർമ്മസ്ഥലയിൽ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതിന്റെ ആധികാരികമായ, സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് SITയുടെ റിപ്പോർട്ടിലുള്ള ഭാഗങ്ങൾ, അതായത് ഇപ്പോൾ അന്വേഷണ ഘട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ ഈ SIT നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് നമുക്ക് പങ്കുവെക്കാൻ ഇപ്പോൾ സാധ്യമല്ല. പക്ഷെ അതിലെ ചില പരാമർശങ്ങൾ, 2009 സെപ്റ്റംബറിൽ ധർമ്മസ്ഥലയിലെ റോഡരികിൽ മൃതദേഹം കണ്ടെത്തുന്നതിന് മുമ്പ് മുഖം ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയതായി ആരോപിക്കപ്പെടുന്ന തിരിച്ചറിയാൻ കഴിയാത്ത സ്ത്രീയുടെ കൊലവുമായി ബന്ധപ്പെട്ട ഒരു കേസ്. മറ്റൊന്ന്, മംഗളൂരുവിലെ നന്ദിഗുഡയിലെ സെമിത്തേരിയിൽ ഒരു കരാറുകാരൻ മുഖേന മൃതദേഹം സംസ്കരിച്ചെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ SIT ശേഖരിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം 2010-ൽ ധർമ്മസ്ഥലയിൽ ശരാവതി ലോഡ്ജിലെ 246-ാം നമ്പർ മുറിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന കേസാണ് പരിശോധനയുള്ള മറ്റൊരു കേസ്. ലഭ്യമായ രേഖകൾ പ്രകാരം ഇരയുടെ വായിൽ തുണി തിരുകി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇതിൽ ആരോപണം. അതോടൊപ്പം ഈ കേസിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് സ്റ്റേഷൻ രേഖകളിൽ നിന്നും കാണാതായതായും, അതോടൊപ്പം ഈ രേഖ കണ്ടെത്താൻ SIT ഉദ്യോഗസ്ഥർ തീവ്രമായ തെരച്ചിൽ നടത്തുകയാണെന്നും ഇതിൽ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടോമെ, 2003-ൽ നേത്രാവതി നദിയിലെ സ്നാനഘട്ട അണക്കെട്ടിന് സമീപം 35-നും 45-നും ഇടയിലുള്ള ഒരു പുരുഷൻ, അതോടൊപ്പം 12 വയസ്സുള്ള ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെയും മൃതദേഹം കണ്ടെടുത്ത കേസ് SIT വീണ്ടും പരിഗണിക്കുന്നു. ഇങ്ങനെ ഇതിൽ നിരവധി കൃത്യമായ SIT ഈ 1510 എന്ന് പറയുന്ന ഇതിൽ കൃത്യമായ കണക്കുകൾ സഹിതമാണ് ഇപ്പോൾ വനിതാ കമ്മീഷന് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാഗലക്ഷ്മി ചൗധരി എന്ന് പറയുന്ന ധീരയായ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് ഇത്തരത്തിൽ ധർമ്മസ്ഥലയിലെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോൾ അന്വേഷണത്തിന് അന്നത്തെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയെ കാണുകയും മുൻകൈയെടുക്കുകയും ചെയ്തത്. ആ നാഗലക്ഷ്മി ചൗധരിക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ SIT സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ധർമ്മസ്ഥല കേസിൽ വ്യത്യസ്തമാക്കുന്നത്. അതിൽ
നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുതായി 73 പരാതികൾ, അതായത് ദുരൂഹമായി കാണാതായതും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയുമായി ബന്ധപ്പെട്ട 73 പരാതികൾ ഇരകളിൽ നിന്നും SITക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും SIT പറയുന്നത് ബംഗളഗുഡെ എന്ന് പറയുന്ന സ്ഥലം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. കാരണം ഫോറൻസിക് റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതാണ്. ബംഗളഗുഡയിൽ നിന്നും ലഭിച്ച 7 മനുഷ്യ തലയോട്ടികളും അതോടൊപ്പം അസ്ഥികളും ലഭിച്ചു എന്ന് ആധികാരികമായി സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെ SIT ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്നതാണ് വളരെ ഗൗരവമുള്ള മറ്റൊരു കാര്യം. ബംഗളഗുഡയിൽ ഉൾപ്പെടെ, അതായത് ധർമ്മസ്ഥല, ഉജിരെ തുടങ്ങിയ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ദുരൂഹ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ വിശദമായ പരിശോധന വേണമെന്നും SIT പറയുന്നുണ്ട്. അതിനായി SITയുടെ ഈ ഒരു സംഘം വിപുലീകരിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് DGP നേരിട്ട് ഉള്ള ഒരു സംഘമാണെന്നത് ഓർക്കണം. മാത്രമല്ല, ഇപ്പോൾ കർണാടകയിൽ ഭരണമാറ്റം വന്നിരിക്കുന്നു. DK ശിവകുമാർ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഒരുപക്ഷെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നതും പലതരത്തിലുള്ള ഈ അന്വേഷണ സംഘത്തെ പിരിച്ചുവിടുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രഷർ ഈ ഒരു സിദ്ധരാമയ്യക്ക് നേരിടേണ്ടി വന്നെങ്കിലും അദ്ദേഹം ആ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് വാശി പിടിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരുപക്ഷെ DK ശിവകുമാർ വന്നാൽ ഇങ്ങനെ SITയെ പിരിച്ചുവിടുമെന്ന തരത്തിലുള്ളൊക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ആരോപണം ഉന്നയിക്കുന്ന ഈ കേസിൽ SIT മുന്നോട്ട് തന്നെ എന്ന കൃത്യമായി സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ രേഖ. അതായത് നേരത്തെ ധർമ്മസ്ഥലയിൽ കുഴിച്ചുമൂടിയ രഹസ്യങ്ങൾ പുറത്തു വരണം. അതിനായി പല രീതിയിലുള്ള, നമുക്കറിയാം ഈ കേസിന്റെ അന്വേഷണത്തിൽ പല വെല്ലുവിളികളും പോലീസിന് നേരിടേണ്ടി വന്നിരുന്നു. മാധ്യമങ്ങൾക്കടക്കം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഈ ഒരു അന്വേഷണം ഇപ്പോൾ ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്? നേരത്തെ പരാതി പറയാൻ പോലും പലരും മുന്നോട്ട് വന്നിരുന്നില്ല. പക്ഷേ 73 പരാതികൾ ഇരകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ അത് ഈ കേസിന് കൂടുതൽ ബലം നൽകുന്നതല്ലേ? കാരണം അങ്ങനെ അത്രയധികം, അതായത് 1500ഓളം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അസ്വാഭാവികമായി അവർ മരിച്ചു എന്ന് പറയുമ്പോഴും പരാതിക്കാരില്ല എന്നായിരുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ പരാതിക്കാരുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. നിലവിൽ ഈ കേസിന്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നേരത്തെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ അവിടെ നിന്നും കിട്ടിയത് മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടല്ലോ ബൈജു. തീർച്ചയായും വളരെ പ്രധാനമാണ് ടോമേത്. അതായത് 1510 അസ്വാഭാവിക മരണങ്ങൾ 16 വർഷത്തിനിടയിൽ നടന്ന ആണ് ഇപ്പോൾ അന്വേഷിക്കുന്ന SIT പറയുമ്പോൾ ഇതിൽ പലതിലും SITക്ക് കൃത്യമായ തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുൻപുള്ള പല തെളിവുകളും നശിപ്പിക്കപ്പെട്ട രീതിയിലുണ്ട്. ഇതിൽ ചിന്നയ്യ എന്ന് പറയുന്ന മാസ്ക് മാനാണ് ഇതിൽ ആദ്യം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. പക്ഷേ SIT ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അതിനും അപ്പുറം ആണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരം എന്നത് ഓർക്കണം. കാരണം ഈ അന്വേഷണം മുന്നോട്ട് തന്നെ SIT പോകുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതി പറയാൻ പോലും ആളുകൾ വരാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി നേരിട്ട് ആളുകൾ എത്തുന്നു. 73 പരാതികൾ DNA ടെസ്റ്റ് ഉൾപ്പെടെ ഇപ്പോൾ SITയുടെ കയ്യിലുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൽ കുടകിൽ നിന്നും കാണാതായ, അതുപോലെ തന്നെ ബംഗളൂരുവിൽ നിന്നും കാണാതായ 2 പേരുടെ മൃതദേഹം ബംഗളഗുഡയിൽ നിന്നും ലഭിച്ച ഈ തലയോട്ടിയിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച DNAയുമായി മാച്ച് ചെയ്തിട്ടുണ്ട് എന്നതും വളരെ പ്രധാനമാണ്. ഇതിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ കോടതിക്ക് നിലവിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് 1 വർഷമാകുന്നു ധർമ്മസ്ഥലയിലെ അന്വേഷണം. വലിയ തോതിൽ സമ്മർദ്ദം SITക്ക് മേൽ ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടും 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന, അതായത് DGP, സംസ്ഥാന DGP തന്നെ മേൽനോട്ടം വഹിക്കുന്ന നേരിട്ടുള്ള വലിയ, അതായത് കർണാടകയിൽ പല കേസുകളും തെളിയിച്ച പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു ടീം, അങ്ങനെ ഒരു ടീമാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം അത് അത്രത്തോളം ഗൗരവത്തിൽ സംസ്ഥാന സർക്കാർ അന്ന് എടുത്തിരുന്നു എന്നതാണ് അതിനേറ്റവും പ്രധാനം. പക്ഷേ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി വരുമ്പോഴും ഈ കേസ് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ പുറകോട്ടില്ല എന്ന സൂചനയാണ് നമ്മൾക്കിപ്പോൾ ലഭിക്കുന്ന ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വളരെ ആധികാരികമാണ്. അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന പല വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുറത്തുവിടാനോ അല്ലെങ്കിൽ പങ്കുവെക്കാനോ കഴിയില്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട നിർണായക ഘട്ടത്തിൽ അന്വേഷണം എത്തി നിൽക്കുന്നതാണ്. അതോടൊപ്പം നിർണായകമായ പല വിവരങ്ങളും ഈ വനിതാ കമ്മീഷന് സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അത്തരം റിപ്പോർട്ടുകൾ പോലും നശിപ്പിക്കപ്പെട്ട സാഹചര്യം
സാഹചര്യം അതൊക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് SIT പറയുന്നത്. അതോടൊപ്പം കൊലപാതകങ്ങൾ, ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് അടിവരയിടുന്നു ഈ റിപ്പോർട്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇനി എന്താണ് SIT ഈ അന്വേഷണ സംഘം വിപുലീകരിക്കണം എന്നൊരാവശ്യം ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ വിപുലീകരിക്കുമോ, ബംഗളഗുഡയിൽ വ്യാപകമായ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു തെരച്ചിൽ നടത്തണമെന്ന ഒരു തീരുമാനത്തിലേക്ക് നേരത്തെ എത്തിയിരുന്നു. പക്ഷേ ആ ഫോറൻസിക് പരിശോധന ഫലം വന്നതിന് ഇതുവരെയായും അതിനുശേഷം ഏകദേശം 1 മാസത്തോളം എടുക്കുന്നു. ബംഗളഗുഡയിൽ പരിശോധനയ്ക്ക് SIT സംഘം ഇതുവരെ കടന്നിട്ടില്ല. പക്ഷേ ആ അന്വേഷണം കടക്കുമ്പോൾ കൂടുതൽ മൃതദേഹാവശേഷങ്ങൾ ഇത്തരത്തിൽ ഇവിടെ കുഴിച്ചിട്ട ഉണ്ടെന്നും അവിടെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയാൽ വലിയ തോതിൽ ഇങ്ങനെ മൃതദേഹാവശേഷങ്ങൾ ലഭിക്കുമെന്നും SIT തന്നെ നേരത്തെ പരാമർശിച്ചതാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ എന്താണ് ഇനി SITയുടെ നീക്കം എന്നതാണ് ടോമെ ഇതിൽ ഏറ്റവും പ്രധാനം. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തുവരുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ്. 1500-ലധികം അസ്വാഭാവിക മരണങ്ങൾ 16 വർഷങ്ങൾക്കിടെ, അതായത് 1998 മുതലുള്ള കാലയളവിൽ ധർമ്മസ്ഥലയിൽ നടന്നുവെന്നാണ് കണ്ടെത്തലുകൾ. അതിൻ്റെ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ട്. വനിതാ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് SIT ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കണ്ണൂർ പാനൂരിലെ അധ്യാപികയുടെ ആത്മഹത്യയിൽ ദുരൂഹത സംശയിക്കണോ? വെള്ളങ്ങാട് സ്വദേശിനിയായ അധ്യാപിക എന്തിനാണ് ജീവനൊടുക്കിയത്? കഴിഞ്ഞ ദിവസമാണ് പാനൂരിലെ അധ്യാപികയായിട്ടുള്ള യുവതിയെ ജീവനൊടുക്കിയ നിലയിൽ, അത് ആത്മഹത്യാ ശ്രമം നടത്തിയ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി 4 ദിവസത്തെ ചികിത്സയ്ക്കൊടുവിലാണ് മരണത്തിന് കീഴടങ്ങിയത്. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉയർത്തുന്നത്. ആദിത്യയെ ആൺസുഹൃത്ത് ശരൺ മർദ്ദിച്ചിരുന്നുവെന്നും അതിനെ തുടർന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യ കാരണമെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. യുവതിയുടെ ശരീരത്തിലെ മർദ്ദനമേറ്റ പാടുകളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നന്ദന രാജൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദന, ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ യുവതി ആദിത്യയെ ജീവനെടുക്കാൻ ശ്രമിച്ച നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം തന്നെ കുടുംബം ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നു ആൺസുഹൃത്തിനെതിരെ. ഈ ആൺസുഹൃത്തുമായിട്ടുള്ള പ്രശ്നങ്ങളാണോ ആത്മഹത്യ കാരണം? തീർച്ചയായും ടോം, ഇന്നലെയാണ് നമ്മുടെ പാനൂരിലെ അധ്യാപികയായിട്ടുള്ള ആദിത്യ, 28 വയസ്സുകാരിയായ അധ്യാപികയാണ്, കണ്ണൂർ സർവകലാശാലയിലെ ഗസറ്റ് അധ്യാപികയാണ് ജീവനൊടുക്കിയത്. 14-ാം തീയതി ആയിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. 15-ാം തീയതി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആദിത്യയുടെ ആൺസുഹൃത്തായ ശരൺ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് ബന്ധുക്കൾ നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആദിത്യ യുവാവ് കഴിഞ്ഞ മാസം 8-ാം തീയതി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് മർദ്ദിച്ചിരുന്നു. ആ ഒരു മനോവിഷമത്തിലാണ് ആദിത്യ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ആദിത്യയുടെ അമ്മ ഉദയ 15-ാം തീയതി പോലീസിന് നൽകിയ പരാതിയിലും ശരണിനെതിരെയുള്ള ഈ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ആദിത്യയും ഈ ശരൺ എന്ന യുവാവും ഏറെ കാലമായി പ്രണയത്തിലായിരുന്നു. വിവാഹിതരാവാൻ തീരുമാനിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ ഈ ശരൺ വളരെയധികം ആദിത്യയെ മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായും ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് ആണ് കുടുംബം ആരോപിക്കുന്നത്. ആദിത്യയുടെ ബന്ധുവായിട്ടുള്ള വിനോദ് പോലീസിന് നൽകിയ പരാതി അനുസരിച്ചിട്ടാണെങ്കിൽ ആദിത്യയുടെ ശരീരത്തിൽ ശരൺ മർദ്ദിച്ച പാടുകളും അതുപോലെ തന്നെ ആദിത്യ വിനോദുമായിട്ട് പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളിലായാലും തന്നെ നിരന്തരം മർദ്ദിച്ചു വന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആദിത്യയുടെ ബന്ധുവായിട്ടുള്ള വിനോദ് പോലീസിന് നൽകിയ മൊഴിയിലും പറയുന്നുണ്ട്. നിലവിലിപ്പോൾ ശരണിന് വേണ്ടി നന്ദന, ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും ഈ ആൺസുഹൃത്ത് ശരൺ ഒരു ടോക്സിക് ആയിട്ടുള്ള കാമുകനാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണമല്ലേ? കാരണം ഇങ്ങനെയൊക്കെ ക്രൂരമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു മനോവൈകൃതമുള്ള വ്യക്തിയാണ് അയാൾ. ഇത് എവിടെ വെച്ചാണ് ഈ മർദ്ദനം ഉണ്ടായത്? വീട്ടിൽ വെച്ചാണോ അതോ മറ്റെവിടെയെങ്കിലും സ്ഥലത്ത് വെച്ചാണോ? ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കുടുംബത്തിൻ്റെ പരാതിയിലുണ്ടോ? മാത്രമല്ല, ഈ ആദിത്യയുടെ ഈ ആത്മഹത്യാ ശ്രമം നടത്തിയ ദിവസം ആത്മഹത്യക്കുറിപ്പോ മറ്റോ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടോ? ഇയാളെക്കുറിച്ച്, ഈ ആൺസുഹൃത്തിനെ കുറിച്ച് പരാമർശമുണ്ടോ?
ടോക്സിക് ആയിട്ടുള്ളൊരു സ്വഭാവമാണ് ഈ ശരൺ എന്ന് പറയുന്ന യുവാവിൻ്റേത്. കാരണം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ പറയുന്ന ആദിത്യ എന്ന് പറയുന്ന അധ്യാപികയും കൂടെ ആയ ആ യുവതിയെ മർദ്ദിക്കുകയായിരുന്നു യുവാവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചു വരികയായിരുന്നു എന്ന് തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. പോലീസിന് നൽകിയ പരാതിയിലും അങ്ങനെ തന്നെയാണ് കുടുംബത്തിൻ്റെ ആരോപണം ശരണിനെതിരെ. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു സ്വഭാവ വൈകൃതം തന്നെയാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു മനോവിഭ്രാന്തി തന്നെയാണ് ശരൺ എന്ന് പറഞ്ഞ യുവാവ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ആദിത്യയുടെ പക്കൽ നിന്നും ഒരു തരത്തിലുള്ള ആത്മഹത്യാക്കുറിപ്പോ മറ്റൊന്നും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഈ ശരൺ എന്ന് പറയുന്ന യുവാവും ഇപ്പോൾ ഒളിവിലാണ്. ആ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോം, വ്യക്തമാണ്. നന്ദനയാണ് വിവരങ്ങൾ നൽകിയത്. വലിയ മാനസിക സമ്മർദ്ദം ഈ പ്രണയ കാലയളവിൽ ആദിത്യ എന്ന യുവതി നേരിട്ടിരുന്നു. അവർ അധ്യാപികയാണ്. പക്ഷേ ആ പ്രണയബന്ധത്തിൽ നിന്നും അവർക്ക് പിന്മാറാൻ കഴിയാത്ത രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടിയിരുന്നു. അത്രയധികം ആ കാമുകനെ ശരണിനെ അവർ സ്നേഹിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയ ക്രൂരമായ രീതിയിലുള്ള ചൂഷണങ്ങൾ, വേട്ടയാടലുകൾ, ശാരീരികമായ ഉപദ്രവം ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിരുന്നു. അതേ തുടർന്നുള്ള മാനസിക സംഘർഷമാണ് ആത്മഹത്യാ ശ്രമത്തിലേക്കും ഒടുവിൽ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. സംഭവത്തിന് പിന്നാലെ, അതായത് ആത്മഹത്യാ ശ്രമം നടത്തിയതിന് പിന്നാലെ തന്നെ കുടുംബം ഈ യുവാവിനെതിരെ, ആൺസുഹൃത്തിനെതിരെ പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായ നടപടി ഉണ്ടാകും. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമോ, കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമോ, ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാരണം എന്താണ്, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകണം. ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണയുടെ ലോക്കറിൽ പരിശോധന. തിരുവനന്തപുരത്തെ HDFC ബാങ്കിലാണ് പരിശോധന. വീണ വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ ED ചോദ്യം ചെയ്തിരുന്നു. ലോക്കർ വിവരങ്ങൾ പരിശോധിച്ച ശേഷം വീണയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഈ പരിശോധന, ബാങ്ക് ലോക്കറിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? വീണയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തുകയായിരുന്നു EDയുടെ ലക്ഷ്യം? ടോമ, പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ED വീണയെ ചോദ്യം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിൽ ആരാഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തിരുവനന്തപുരം സ്റ്റാച്യൂവിലെ HDFC ബാങ്കിൽ പരിശോധന നടത്തിയത്. പ്രധാനമായും ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളിലാണ് കൂടുതലുമായി ED അന്വേഷണ സംഘം പരിശോധന നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10:30യോടുകൂടിയാണ് ED സംഘം ഇവിടേക്ക് എത്തിയത്. തുടർന്ന് പരിശോധന ആരംഭിക്കുകയും പിന്നീട് വീണയെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് നടന്ന പരിശോധന ഈ ഒരു വീണയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു പരിശോധന നടന്നത്. പ്രധാനമായും സമൻസ് അയച്ചുകൊണ്ട് നടത്തിയ ഈ ഒരു ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളെ കൂടുതൽ വ്യക്തമായി പരിശോധിക്കുക. ഒപ്പം തന്നെ ഈ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്ത അക്കൗണ്ടാണ്. ഈ മരവിപ്പിച്ച അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ലോക്കറിലെ സാധനങ്ങൾ അല്ലെങ്കിൽ ലോക്കറിൽ സൂക്ഷിച്ച വസ്തുക്കൾ എന്തൊക്കെയാണെന്ന കാര്യത്തിലാണ് പരിശോധന പ്രധാനമായി ഉള്ളത്. കാരണം ഈ ഒരു സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ പരമാവധി അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ തെളിവുകൾ ലോക്കറിലും മറ്റും അവശേഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുന്നവയെ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ കൂടി വേണ്ടിയാണ് ഇവർ തിരുവനന്തപുരം ബ്രാഞ്ചിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എത്തുകയും ചെയ്തത്. വീണ വിജയന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. 1 മണിയോട് കൂടി ഈ ഒരു പരിശോധന അവസാനിപ്പിച്ച് അവർ മടങ്ങി പോവുകയും ചെയ്തു. എന്തിനായാലും വരുന്ന ദിവസം സമൻസ് അയക്കുകയും ചോദ്യം ചെയ്യൽ നടപടികൾ വീണ്ടും തുടരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട്, അതായത് നമുക്കറിയാം, കഴിഞ്ഞ തവണ ചോദ്യം ചെയ്യൽ നടത്തിയപ്പോൾ പല കാര്യങ്ങളിലും വ്യക്തത വരുത്താൻ വീണയ്ക്ക് സാധിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങൾ കൂടി ചേർത്തുകൊണ്ടായിരിക്കും ഇനി സമൻസ് അയക്കുകയും ചോദ്യം ചെയ്യൽ നടപടികൾ ക്രമങ്ങളിലേക്കും കടക്കുക. എന്തുതന്നെയായാലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് EDയുടെ അന്വേഷണം വ്യാപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു. കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ കൃത്യമായ തെളിവുകൾ അതാണ് സാരംഗ് സുധാകരൻ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ തലങ്ങളിലേക്ക് EDയുടെ അന്വേഷണം നീങ്ങുകയാണ്. വീണ വിജയന്റെ ലോക്കറിൽ പരിശോധന നടത്തി. അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള EDയുടെ നീക്കങ്ങൾ. താരസംഘടനയായ അമ്മ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ തുടങ്ങി. അൻസിബ വിഷയം യോഗത്തിൽ വോട്ടിനിടാൻ നീക്കം. തീരുമാനം 21-ന് നടക്കുന്ന ജനറൽ ബോഡിയെ അറിയിക്കും. അൻസിബയുടെ വിശദീകരണം തൃപ്തികരമല്ലെന്നും സംഘടനയ്ക്കുള്ളിൽ പറയേണ്ട വിഷയം മാധ്യമങ്ങളിലൂടെ വഷളാക്കിയെന്നുമാണ് സംഘടനയുടെ വിലയിരുത്തൽ. അതിനിടെ അൻസിബയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് സംഘടന രംഗത്തെത്തിയതും കൗതുകമായി. അമ്മയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് പിറന്നാൾ ആശംസകൾ പ്രത്യക്ഷപ്പെട്ടത്. നവമി ദിനേശ് ചേർന്നു. നവമി,
ഇത് ഇപ്പോൾ അമ്മയുടെ വിലയിരുത്തലാണ്. സംഘടനയ്ക്കുള്ളിൽ പറയേണ്ട വിഷയം മാധ്യമങ്ങളിലൂടെ പുറത്തെത്തിച്ച് സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന്. പക്ഷേ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ അമ്മയ്ക്ക് ഒത്തീർപ്പ് ആക്കാമായിരുന്നു, സമമായ ചർച്ചകൾ ചെയ്യാമായിരുന്നു. അതൊന്നും നടക്കാതെ വന്നപ്പോഴല്ലേ അൻസിബ നിയമ നടപടിയുമായി മുന്നോട്ട് പോയത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചത്. ടോം, ആദ്യം സംഘടനയിൽ ഇക്കാര്യങ്ങൾ അൻസിബ പരാതിയായി ഉന്നയിച്ചിരുന്നില്ല. അൻസിബ ആദ്യം സംഘടനയിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയി. അപ്പോൾ പോലും എന്താണ് രാജിക്ക് കാരണമെന്ന് പറഞ്ഞില്ല. വ്യക്തിപരമായ കാരണങ്ങൾ എന്ന് മാത്രമായിരുന്നു കമ്മിറ്റിയോട് അറിയിച്ചത്, അല്ലെങ്കിൽ സംഘടനയോട് അറിയിച്ചത്. പിന്നീട് കണ്ടത് അൻസിബ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തനിക്ക് ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ചിലരിൽ നിന്നുണ്ടായി, സംഘടനയിൽ തനിക്ക് വലിയ രീതിയിലുള്ള വേർതിരിവുണ്ടായി എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പിന്നീടാണ് അൻസിബ സംഘടനയിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നീടാണ് പോലീസ് കേസ് നൽകുകയും അമ്മയിൽ പരാതി നൽകുകയും ചെയ്തു. ആ പരാതി കേൾക്കാൻ അൻസിബയെ വിളിച്ചു വരുത്തിയെങ്കിൽ പോലും അൻസിബ ഹാജരായില്ല. പകരം പോലീസിനെ സമീപിക്കുകയായിരുന്നു. കമ്മിറ്റിയിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് പറയുകയായിരുന്നു. ഇപ്പോഴും സംഘടന ഈ വിഷയം ചർച്ച ചെയ്യാൻ അൻസിബയെ പല ആവർത്തി വിളിച്ചെങ്കിൽ പോലും അൻസിബ ഹാജരായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അൻസിബ കൊടുത്ത 2 പരാതികളിലും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ലക്ഷ്മിപ്രിയക്കെതിരെ നൽകിയ പരാതിയിൽ പോലും പോലീസ് പറയുന്നതിൽ കഴമ്പില്ല എന്നാണ്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് തൃക്കാക്കര ACP നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ടി ടോമിനെതിരായിട്ടുള്ള പരാതിയിലും സമാനമായ ഒരു വിലയിരുത്തൽ തന്നെയാണ് കടവന്ത്ര പോലീസ് എത്തി നിൽക്കുന്നത്. എറണാകുളം ACPക്ക് സെൻട്രൽ ACPക്ക് ഈ റിപ്പോർട്ട് കൈമാറും. ACPയും അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ കടവന്ത്ര പോലീസിന്റെ നിഗമനവും അങ്ങനെ തന്നെയാണ്. കാരണം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പരാതി എടുക്കാൻ കഴിയില്ല. പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. അതിനെ തുടർന്ന് അൻസിബ കോടതിയെ സമീപിക്കാൻ ആ രീതിയിലേക്ക്, അതായത് നിയമ നടപടികളിലേക്ക് അൻസിബ നീങ്ങിയിരിക്കുന്നു. അതിനിടെയാണ് ഈ രീതിയിലുള്ളൊരു നിർണായക യോഗം അമ്മയിൽ നടക്കുന്നത്. 21-ന് ജനറൽ ബോഡി യോഗം നടക്കും. അതിന് മുൻപ് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും? അൻസിബയുടെ വിഷയത്തിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുമോ, അതോ അൻസിബയ്ക്കെതിരെ നടപടി ഉണ്ടാകുമോ? അൻസിബയുടെ പരാതിയിൽ ഏത് രീതിയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു അന്വേഷണം ഉണ്ടാകുമോ? എന്തായാലും കണ്ടറിയണം. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.